ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ. സൺഡേ ആയിട്ട് എന്താ പരിപാടി? നമുക്ക് സൺഡേ ആയിട്ട് പള്ളിയിൽ പോകണം. നമുക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊന്നുമില്ല, നമ്മൾ ദിവസവും പള്ളിയിൽ പോകും. ചില ദിവസങ്ങളിൽ രാവിലെ ആയിരിക്കും, ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആയിരിക്കും. ഇന്നിപ്പോൾ രാവിലെ 7:30ക്കാണ് കുർബാന. അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റു. പിള്ളേരുടെ അപ്പനും എഴുതിയിട്ടില്ല. അപ്പോൾ അവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ 7:30യുടെ കുർബാന ചിലപ്പോൾ കൂടാൻ പറ്റിയെന്ന് വരില്ല. ആകെ ഒരു കുർബാനയേ ഉള്ളൂ. അതിന് പോകാതിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ കുർബാന മിസ്സാകും. ഞാൻ നേരത്തെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. കുറച്ചധികം മോയ്സ്ചറൈസർ കേട്ടോ അരിപ്പൂശിയെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈനെസ് ഉണ്ട്, കാറ്റും വെയിലൊക്കെ അല്ലേ. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കുറച്ചധികം ടാൽക്കം പൗഡറും എടുത്ത് വാരിപ്പൊത്തി. പിന്നെ പള്ളിയിലോട്ടായത് കാരണം വലിയ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ദൈവം അത്യാവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം തന്നിട്ടുണ്ടല്ലോ, അതൊന്ന് കാത്ത് പരിപാലിക്കേണ്ട ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് തന്നാൽ ഞാൻ റെഡിയാക്കോളാം എന്ന് പറഞ്ഞ കാരണം അവരെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ഒന്ന് റെഡിയാക്കണം. ഞാൻ ജസ്റ്റ് കണ്ണു എഴുതി ലിബാമും ഇട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടും വെച്ച് പള്ളിയിൽ പോകാനുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഞാൻ പള്ളിയിൽ പോയിട്ടോ. പള്ളി കഴിഞ്ഞ് വന്ന് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഒരു യൂട്യൂബറൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ട്രൈപാഡിൻ്റെ ആവശ്യം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഒരു പുതിയ ട്രൈപാഡ് വാങ്ങിയായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ പരിപാടികളൊക്കെ അങ്ങനെ എനിക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാറില്ല. കുറേ കാലം ഞാൻ ഓരോന്ന് എക്സ്പെക്റ്റ് ചെയ്ത് എൻ്റെ ലൈഫ് ഞാൻ കുറേ നിരാശപ്പെടുത്തി കളഞ്ഞത് കാരണം ഞാൻ ലൈഫിനൊന്ന് തിരിച്ചു പിടിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യാറേ ഇല്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എനിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റുകൾ ചെയ്യാറുണ്ട്. എൻ്റെ സന്തോഷം ഞാൻ തന്നെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാനിത് ഇന്നലെ പൊളിച്ചില്ല. ഇന്ന് പൊളിക്കാമെന്ന് വെച്ചപ്പോൾ സ്നേഹത്തോടെ മേടിച്ചെന്ന കാരണം നോവിക്കാതെ കുറച്ച് നല്ല എന്താ പറയുക, സന്തോഷത്തോടെ സമാധാനത്തോടെ പൊളിച്ച്. തൊണ്ടയ്ക്ക് നല്ല വേദന, കാരണം 2 ദിവസം കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. അത് കാരണം തൊണ്ടയ്ക്ക് നല്ല വേദനയാണ്. ഇതിപ്പോൾ പൊളിക്കുമ്പോൾ അടുത്തെൻ്റെ പടയാളികളില്ല, അല്ലെങ്കിൽ അവരെ ഇതിനെ അറ്റാക്ക് ചെയ്താണ്. അങ്ങനെ അത് പൊളിച്ച് കഴിച്ച് ഇരുന്നപ്പോഴാണ് ഇനിയിപ്പോൾ എന്താ ഉച്ചക്കലത്തേക്ക് എന്നുള്ള ചിന്ത വന്നത്. ഉച്ചക്കലത്തേക്ക് ചിന്ത വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കി. കഴിഞ്ഞ ആഴ്ച മേടിച്ച് വെച്ച പയറായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ളും നമ്മുടെ വീട്ടിൽ നോൺ വെജ് ആയിരുന്നു. അപ്പോൾ വേഗം പയറൊക്കെ നന്നാക്കി. ഒരേ രീതിയിലാണ് വെച്ചാലും ഓരോ സ്ഥലത്തും കറി വെക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലേ. ഞാൻ നോർമലായിട്ട് പയറരിഞ്ഞ് അതിനകത്ത് തന്നെ സബോളയും മുളകൊക്കെ അരിഞ്ഞിടും, കടുക് താളിക്കും, തേങ്ങ കൊട്ടും, അടച്ചു വെക്കും. ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് ക്ലാരിറ്റിയൊക്കെ വ്യക്തി ചെയ്യാമല്ലോ. ഇത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട്. ഇത് വേഗം ആക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ചോറിനാൻ. ഇപ്പോൾ ഏകദേശം തന്നെ സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ട്യൂഷൻ പിള്ളേർ വന്നു. പിന്നെ അവരുടെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് വിടണം. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പയർ അടുപ്പത്ത് കയറ്റി. പിന്നെ കുറച്ച് രസം ഉണ്ടായിരുന്നു. ആ രസവും ഒന്ന് കുറച്ച് ചൂടാക്കി വെച്ച്. പിന്നെ മീനുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇന്നത്തെ മീൽ പ്രിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എന്താ ക്യാഷ്വലായി സംസാരിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചെയ്യുന്ന നമ്മുടെ അടുക്കള ചുറ്റുപാടും കാര്യങ്ങളൊന്നും അത്ര വലിയ നല്ല എന്താ പറയുക മോഡിഫൈ ആയിട്ടുള്ളതൊന്നും അല്ല. നോർമലും സാധാരണമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത്രയും നാളും എനിക്ക് മടിയായിരുന്നു. അടുക്കള അത്യാവശ്യം പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയി കിടക്കണം, പാത്രങ്ങളൊക്കെ പഴകിയതാണ്. അതൊക്കെ വെച്ച് നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ ഉള്ള ഒരു മടിയായിരുന്നു ഇത്രയും നാൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാതിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ പലരും ഇപ്പോൾ പോപ്പുലറായി വന്ന പലരും വളരെ താഴെ തട്ടിൽ നിന്നും വന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ശരി നമുക്കും ചെയ്യാം. അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. നമ്മളൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സെറ്റപ്പായിട്ടുള്ള ഒരാളോ ആണ് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അവർക്ക് 1K 2K 1 മില്യൺ വരെ ഫോളോവേഴ്സ് കിട്ടാനും
എന്താ ഈ പറഞ്ഞ യൂട്യൂബിൻ്റെ എല്ലാ ക്രൈറ്റീരിയകളും എല്ലാ ബെനിഫിറ്റും അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരിക്ക് എത്ര കഷ്ടപ്പെട്ടാലും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷമായി പിന്നെ